പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. റോമ 5:5. ഗുഡ്നസ് ടിവിയുടെ ഗിഫ്റ്റ് ഓഫ് ഗോഡിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന അതിഥികളാണ് ഇന്നും നമ്മോടൊപ്പമുള്ളത്. സാബുവും ആൻസിയും 4 മക്കളും. അവരുടെ വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പൊ നമുക്ക് നമ്മുടെ വിശേഷങ്ങൾ തുടരുകയാണ്. എല്ലാവരും റെഡിയല്ലേ? ഞാൻ സാബുവിനോട് ചോദിക്കുന്നത്, ഈ സ്വർണ്ണപ്പണി ആണല്ലോ, അങ്ങനെ പറഞ്ഞു. സ്വർണം വീട്ടിൽ വെച്ച് പണിയിപ്പിക്കുകയും ഒക്കെ നല്ല റിസ്ക് ഉള്ള ജോലിയല്ലേ? ശരിക്കും നല്ല റിസ്ക് ഉള്ള ജോലി തന്നെയാണ്. സ്വർണ്ണപ്പണി എന്ന് പറയുമ്പോൾ വളരെ ഡൗൺ ആണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അപ്പോൾ അത് കാരണം കൊണ്ട് അത്രയധികം കൂടുതൽ ഇപ്പോൾ കുറച്ച് ദൈവരാജ് മിനിസ്ട്രി, ഞങ്ങളുടെ കോൺവെൻറ്റിനോട് ചേർന്ന് ഒരു ദൈവരാജ് മിനിസ്ട്രിയിൽ ശുശ്രൂഷയായിട്ട് ചെയ്യുന്നുണ്ട്. അവിടെ കുറേ ശുശ്രൂഷകളുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു കുറേ സമയങ്ങളൊക്കെ പറ്റാവുന്ന സാഹചര്യങ്ങളൊക്കെ ശുശ്രൂഷയിലൊക്കെ ആയിട്ട് പങ്കെടുത്ത് അങ്ങനെ പോകണല്ലോ. കുറച്ചു ഗോൾഡിൻ്റെ പരിപാടിയൊക്കെ, സ്വർണ്ണപ്പണി കുറച്ച് അതൊക്കെ ഇതിലേക്ക് കുറച്ചൊക്കെ മാറി. പിന്നെ എൻ്റെ ജീവിതത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ദൈവികമായിട്ടുള്ള രീതിയിൽ അമ്മയാണ് നമുക്ക് കൂടുതൽ പ്രചോദനം തന്നിട്ടുള്ളത്. അപ്പോൾ അമ്മയ്ക്കൊരു ദിവസം കണ്ണിന് കാഴ്ച പെട്ടെന്ന് കുറഞ്ഞു. അപ്പോൾ ആകെ ഒരു പെട്ടെന്ന് ഭയങ്കര ഒരു വിഷമമായി. പെട്ടെന്ന് ഇങ്ങനെ കണ്ണിന് കാഴ്ച പോയി ഇല്ലാണ്ടായപ്പോൾ അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് അധികം പ്രാർത്ഥിച്ചു. അത്രയധികം മുൻപ് അങ്ങനെ ദൈവമായിട്ട് അത്ര പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നില്ലെങ്കിലും പള്ളിയിലേക്കൊക്കെ പോകും എല്ലാ ദിവസവും. അങ്ങനെ വചനം എടുത്തപ്പോൾ കിട്ടിയത് നിയമാവർത്തനം 28-ാം അധ്യായമാണ്. നീ എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ശ്രദ്ധാപൂർവം പാലിച്ചാൽ നിനക്ക് അനുഗ്രഹങ്ങൾ തരും. അതുപോലെ തന്നെ നിൻ്റെ അപ്പക്കൊട്ടയോ മാവ് കുഴയ്ക്കുന്ന കലവോ കുറഞ്ഞു പോകില്ല. വയലിലും നഗരത്തിലും നീ അനുഗ്രഹീതനായിരിക്കും. ആ വാക്കുകളൊക്കെ അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങളും ചട്ടങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും സൂക്ഷ്മമായി പാലിച്ചാൽ ദൈവം നമ്മളെ പരിപാലിക്കുമെന്ന് ഒരു അന്ന് മുതൽ തന്നെ ഒരു 15-20 വർഷം മുമ്പാട് തന്നെ ആ ഒരു പ്രചോദനം കിട്ടി വചനത്തിലൂടെ തന്നെ. പിന്നെ ആ വചനത്തിലൂടെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ പണത്തിൻ്റെ വലിയൊരു ക്രൈസായിട്ട് അതിൽ പോണതിൽ അർത്ഥമില്ല. നമ്മൾ ദൈവത്തിനോട് കൂടെ ചേർന്ന് നിന്നാലാണ് നമുക്ക് നിത്യജീവനിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആൻസി എങ്ങനെയാണ് ഇതിനോടൊക്കെ? ആൻസിയുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണ് നിങ്ങളുടെ ഇടവക കാര്യങ്ങളിൽ, ഈ മക്കളുടെ ആത്മീയ കാര്യങ്ങളിലൊക്കെ അമ്മ എന്ന നിലയിൽ ആൻസി എന്തൊക്കെയാണ്? ഞങ്ങൾക്ക് ചില ടിപ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഞങ്ങൾ മൂത്ത മോള് പിന്നെ വലുതായി കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ലാസ്സിനൊക്കെ പോയി തുടങ്ങിയല്ലോ. അപ്പോൾ പിന്നെ ഞാൻ പഠിപ്പിക്കാൻ പോകാൻ നിർത്തി. അപ്പോൾ പിന്നെ നമുക്ക് വെള്ളിയാഴ്ചകളിലൊക്കെ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ വെള്ളിയാഴ്ചകളിലൊക്കെ ഓരോ ഏകദിന ധ്യാനത്തിന് പോകും. അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് കുറേ അറിവുകളും കാര്യങ്ങളൊക്കെ കിട്ടും. ആദ്യം പറഞ്ഞ പോലെ എനിക്കായാലും ജോലി വേണം എന്ന് നല്ലൊരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ വരുമ്പോൾ മക്കളെ നോക്കാനും എല്ലാത്തിനും സാഹചര്യങ്ങൾ കുറയും, ഓട്ടോമാറ്റിക്കലി അത് കുറയുമല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു തീരുമാനം എടുത്തു. പക്ഷേ ഇങ്ങനെ ഓരോ ക്ലാസ്സിലും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ മക്കളാണ് ഏറ്റവും വലിയ സമ്പത്ത്, അങ്ങനെയൊക്കെ ഒരു ബോധ്യങ്ങളൊക്കെ കിട്ടി തുടങ്ങി. അപ്പോഴാണ് അടുത്ത ഓരോ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോഴൊക്കെ സന്തോഷം കാര്യങ്ങളൊക്കെ ആയിട്ട് അതിലേക്ക് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കാനായിട്ടും മക്കളാണ് നമ്മുടെ സമ്പത്ത് എന്നുള്ളതിലേക്ക് ശരിക്കും ഒരു തിരിച്ചറിവ്. ഞങ്ങൾക്ക് ഗോൾഡിൻ്റെ ഇതിലൊക്കെ കുറേ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴും പക്ഷെ ഒന്നും നമ്മളെ തളർത്തി കളഞ്ഞിട്ടില്ല. നമുക്കെല്ലാം ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ നിന്നാലും നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അതായത് നമുക്കൊരു നേരിടാനായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും പെട്ടെന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവർ ഒക്കെ പോണു. പിന്നെ കാറ്റിസം എല്ലാ കാര്യങ്ങളിലൊക്കെ പഠിക്കണം. പിന്നെ ഞങ്ങൾക്ക് ഞായറാഴ്ച പഠിക്കാൻ നമ്മൾ സാബത്ത് വന്നിട്ട് പഠിക്കാൻ സമ്മതിക്കുന്നില്ല. പിന്നെ എല്ലാ ദിവസവും ഞായറാഴ്ച ഉള്ള കാര്യങ്ങളൊന്നും പഠിക്കില്ല. അതൊരു വലിയ അറിവാണല്ലോ എനിക്ക്. വേറൊന്നും പഠിക്കാൻ പാടില്ല, അങ്ങനെ നിയമമാണ്. ദൈവത്തിന്റെ കാര്യങ്ങളും കാറ്റിസത്തിന് പോവാ, ദൈവം എന്തെങ്കിലും. പിന്നെ ഇവര് കോൺവെന്റിൽ മോള് പോകുന്നുണ്ട്, അപ്പോൾ അവിടെ ലൈബ്രറി ബുക്ക് എടുക്കും, അപ്പോൾ അത് വായിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതൊരു അപ്രീഷ്യബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. കാരണം ഞാൻ പല എപ്പിസോഡ്സിലും പലതും കേൾക്കാറുണ്ട്. ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസമാണ്, പരിശുദ്ധമായ ആചരണം എന്ന് പറയുമ്പോൾ നമ്മൾ കാറ്റഗറിസം പോകും. പിന്നെ നമ്മൾ കൂടിപ്പോയാൽ ഞായറാഴ്ച കുർബാന മുടക്കില്ല. അതിനപ്പുറത്തേക്ക് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമായിരിക്കും. എനിക്കത് എൻ്റർടൈൻമെൻറ്റ് ഡേയും കൂടിയാണ് പലർക്കും അത്. പക്ഷേ നിങ്ങൾ അക്കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണല്ലേ? പിന്നെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകണം എന്നുള്ളത് നിർബന്ധമായിട്ട്. എല്ലാ ദിവസവും കുർബാനയ്ക്കും പോകും എല്ലാവരും പോകും. അതിൻ്റെ ഒരു ഗ്രേസാണ് കേട്ടോ നിങ്ങളുടെ മുഖത്ത്. വിശുദ്ധ കുർബാനയിൽ നമുക്ക് ചോദിക്കുന്ന എന്ത് ലഭിക്കും എന്നാണ് അതിൻ്റെ ഒരു വലിയ തുടക്കം. അങ്ങനെ മനോഹരമായിട്ടാണ്. കുഞ്ഞുവാവേനെ കൊണ്ടുപോകും. വാവ്, കൊച്ചു ത്രേസ്യ കുട്ടി ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് എന്നെ നോക്കി അയ്യടാ കണ്ടോ, ചക്കരക്കുട്ടി ചിരിക്കുന്നൊക്കെ ഉണ്ട്, വിശക്കുന്നുമുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അമ്മയുടെ ഒരു നേതൃത്വമായിരിക്കും കൂടുതലും ഉള്ളതല്ലേ?
അപ്പോൾ ആൻസി ഒരു പ്രൗഡ് മദറാണ്. കാരണം ജോലി വേണ്ടെന്ന് വെച്ചതെങ്കിലും നമുക്കതിനെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ പറ്റുന്നത് ഒരു ഗിഫ്റ്റാണ് കേട്ടോ, ഒരു കൃപയാണ്. ഈ പറയുന്ന വിശ്വാസമാണെങ്കിലും ഒരു ഗിഫ്റ്റാണല്ലോ. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു വിഷമായിരിക്കും, എൻ്റെ ജോലി പോയി, അല്ലെങ്കിൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നല്ലോ, അങ്ങനെ ഒരു നിരാശയേ ഇല്ലാതെയല്ലേ ഇപ്പം മുൻപോട്ട് പോകുന്നത്? ഇല്ല, നിരാശയില്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നങ്ങളും ഇല്ല, സന്തോഷമാണ്. സന്തോഷം. നിങ്ങളെക്കുറിച്ച് നമ്മുടെ അഭിവന്ദ്യ പിതാവ് പറയുന്ന വാക്കുകൾ കേൾക്കാനുള്ള സമയമായി. നമുക്ക് മോണിറ്ററിലേക്ക് ശ്രദ്ധിക്കാം. പ്രിയപ്പെട്ടവരെ, ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന പരിപാടി ഗുഡ്നസ് TV ജീവൻ്റെ സുവിശേഷമായിട്ടാണ്, സന്തോഷമുള്ള കുടുംബങ്ങളെ പരിചയപ്പെടുത്തലായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് തൃശ്ശൂർ അതിരൂപതയിലെ ദമ്പതികളെയാണ്. അവർക്ക് 4 മക്കളാണ്. ദൈവമാണ് ദാനമായി സൗഭാഗ്യമായി മക്കളെ നൽകുന്നത്. ദൈവം തന്നാൽ അതിന് സ്വീകരിക്കണം. കുടുംബം സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെ കൂട്ടായ്മയാണ്. വരനും വധുവും ഭാര്യയും ഭർത്താവും ദൈവവും കൂടിയിട്ടാണ്, 3 പേര് കൂടിയിട്ടാണ് കുടുംബത്തിൽ. ആ കുടുംബത്തിൽ ദൈവദാനമാണ് മക്കളെങ്കിൽ ആ മക്കളെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ വളർത്തി വലുതാക്കുമ്പോൾ ആ കുടുംബം സൗഭാഗ്യമുള്ളതായി, ഐശ്വര്യമുള്ളതായി, സന്തോഷമുള്ളതായി. ദൈവം ദാനമായി തന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിച്ച് അവരെ ദൈവമഹത്വത്തിന്, കുടുംബത്തിൻ്റെ, സമൂഹത്തിൻ്റെ, സഭയുടെ നന്മയ്ക്ക് വേണ്ടി വളർത്താൻ തയ്യാറായി അവരുടെ ജീവിതത്തെ മാതൃകയായി സമർപ്പിക്കുന്ന ഈ ദമ്പതികളെ നിങ്ങളുടെ മുമ്പിൽ ജീവൻ്റെ സുവിശേഷത്തെക്കുറിച്ച് അവതരിപ്പിക്കാൻ ഞാൻ പരിചയപ്പെടുത്തുന്നു, ക്ഷണിക്കുന്നു. ഇതാ ഗുഡ്നസ് TV അഭിമാനത്തോടെ പ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു ഗുഡ്നസ് TV ഇൻ OTT പ്ലാറ്റ്ഫോം. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ആപ്പിൾ TVയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. ഗുഡ്നസ്, സ്റ്റേ വിത്ത് ഗോഡ്. നിങ്ങൾ ഏതായാലും നിങ്ങളുടെ ഇടവയ്ക്കും നിങ്ങളുടെ നാടിനും ഒക്കെ ഒരു വലിയ സമ്പത്താണ്. നമ്മുടെ ഒരു എപ്പിസോഡ് അവസാനിക്കാറായി. അപ്പം നമുക്ക് എന്താണ് പ്രേക്ഷകരോട് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾ പലതും പറഞ്ഞു കഴിഞ്ഞു, എന്തുകൊണ്ടാണ് മക്കളെ സ്വീകരിച്ചത് എന്നൊക്കെ. എങ്കിൽ പോലും എന്താണ് കൂടുതൽ ആഡ് ചെയ്ത് എന്ന് പറയാനുള്ളത്? മക്കൾ കൂടുതൽ നമ്മൾ സ്വീകരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടുതൽ ഉണ്ടാവുള്ളൂ. നമ്മൾ മക്കളെ കൂടുതൽ നോക്കാൻ ബുദ്ധിമുട്ട്, അവരെ കെയർ ചെയ്യാൻ പറ്റില്ല, പിന്നെ അവരെ പഠിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വിചാരിച്ച് നമ്മൾ മക്കളെ കുറച്ച് പോകരുതെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനത്തെ ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായിരുന്നില്ല. ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ മക്കൾ കൂടുതലാകുമ്പോഴാണ് നമ്മുടെ സന്തോഷം വർദ്ധിക്കുന്നത്. എന്ത് പ്രതിസന്ധികളും, എന്തായാലും നമ്മൾ കുടുംബജീവിതം പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വന്നാലും നമുക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവരുടെ കൂടെ കുറച്ച് നേരം കളിച്ച് ഇവരെ വർത്താനം പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ ആ ഒരു ടെൻഷനോ വിഷമങ്ങളോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ലേ. അതുപോലെ തന്നെ എനിക്ക് ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാണ്ട് ബുദ്ധിമുട്ടിക്കാണ്ടൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മക്കളുടെയും ദൈവം നന്നായിട്ട് പരിപാലിച്ചോളും. അതൊരു പൂർണ്ണ വിശ്വാസമുണ്ട്. ഇപ്പോൾ നാളത്തെക്കുറിച്ച് നമുക്ക് എന്താണെന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ വചനം അതിനുശേഷം മക്കളെ സ്വീകരിച്ചു തുടങ്ങിയപ്പോൾ വചനം മത്തായി 6:31, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അതുപോലെ ബലിയർപ്പണത്തിനാണെങ്കിലും എല്ലാ ദിവസവും എല്ലാവരും പോകാനായിട്ട്, വല്ല പനി ചുമ വല്ലപ്പോഴും അങ്ങനെ ഉണ്ടായി മാത്രമാണ് പോകാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും എല്ലാ ദിവസവും ബലിയർപ്പണത്തിന് പോകും. അതുപോലെ തന്നെ ഫൗസ്തീന ഇപ്പോൾ അവിടെ ഉണ്ണീശഗ്രാമം എന്ന് പറഞ്ഞ കോൺവെൻറ്റിൻ്റെ അടുത്ത് വചനം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവളും വചനം പഠിക്കും. അപ്പോൾ ഈ ബലിപീഠത്തിനോട് ചേർത്ത് നിർത്തി മക്കളെ നമുക്ക് സാധിക്കുന്നിടത്തോളം നമുക്ക് ബലിപീഠത്തിനോട് ചേർത്ത് നിർത്തി വളർത്താം, വിശുദ്ധരാക്കാമെന്നാണ് എൻ്റെ ആഗ്രഹം. മറ്റുള്ളവർ വിശുദ്ധിയിലേക്ക് ഇവരുടെ കൂടെ നയിക്കണം. അപ്പോൾ അത്രയും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ദൈവാനുഗ്രഹം കൊണ്ടാണ് മാത്രമാണ് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയാണ് കുട്ടികളെ വളർത്താനായിട്ട് ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും മക്കളെ വളർത്തിയതുപോലെ സമൂഹത്തിനും ഇടവകയ്ക്കും ദൈവത്തിനും പ്രീതിയുള്ള മക്കളായിട്ട് വളർത്തണമെന്നാണ് ഞങ്ങളുടെ രണ്ടുപേരെയും ആഗ്രഹം.
തീർച്ചയായിട്ടും 4 വിശുദ്ധരുടെ മാതാപിതാക്കളാകാനുള്ള ഒരു വലിയ ഭാഗ്യം നിങ്ങൾക്ക് തരട്ടെ. നിങ്ങളും വിശുദ്ധരാവട്ടെ കേട്ടോ. ഇത്രയും മനോഹരമായിട്ട് മക്കളെ വളർത്തുമ്പോൾ പിന്നെ നിങ്ങളെങ്ങനെ വിശുദ്ധരാകാതിരിക്കും? അപ്പം ഞാനൊരു രാവിലെ തന്നെ 6 വിശുദ്ധരുടെ മുമ്പിൽ ഇരുന്ന ഫീലിംഗ് തന്നെയാണ് നിങ്ങൾ ഇന്ന് എനിക്ക് സമ്മാനിച്ചിരിക്കുന്നത് കേട്ടോ. ആൻസിക്കും കൂടെ കൂട്ടിച്ചേർക്കാം. ഞങ്ങൾ 2 സിസർ, ഒരു കാര്യം പറയാനുള്ളത് വൃത്തിയായിട്ട്, 2 സിസറിങ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിനി എങ്ങനെ മൂവ് ചെയ്യണമെന്ന് അറിയില്ല. രണ്ടാമത്തേന് കുറച്ച് കോംപ്ലിക്കേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ശാലോമിലും ഗുഡ്നസ്സിലൊക്കെ കണ്ടിട്ടുള്ള നമ്മൾ ഫിൻഡോ ഡോക്ടറെ കുറിച്ച് കേട്ടത്. അങ്ങനെ ഞങ്ങൾ കുഴിക്കാട്ടുശ്ശേരിയിലേക്ക് പോയി. അവിടെ പോയിട്ടാണ് ബാക്കി 2 സിസറിനും ബാക്കിയൊക്കെ കഴിഞ്ഞത്. അപ്പോൾ ആ ഡോക്ടർ നമുക്ക് പ്രാർത്ഥനയിലൂടെയും എല്ലാം ഉറപ്പും കാര്യങ്ങളൊക്കെ തരുമ്പോഴേ ഞങ്ങളൊക്കെ ഇനി എങ്ങനെ പോകുമെന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പദ്ധതി ആ സമയത്ത് തന്നെ അങ്ങനൊരു ഹോസ്പിറ്റലിൽ സാറെ പരിചയപ്പെടാനും ഹോസ്പിറ്റലിൽ പോയി കാണാനൊക്കെ അനുഗ്രഹം കിട്ടി. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. അപ്പോൾ നമുക്കൊരു ദൈവവിശ്വാസത്തിൽ നമുക്ക് വളർന്ന് ഇതൊക്കെ മൂവ് ചെയ്യാൻ എങ്ങനെ എല്ലാം തരണം ചെയ്യാൻ പറ്റുമെന്ന് ഉള്ള ഒരു ആത്മവിശ്വാസമൊക്കെ ലഭിച്ചു. അങ്ങനെയാണ് ഇത്. പിന്നെ പ്രേക്ഷകരായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മക്കളാണ് ഏറ്റവും വലിയ സമ്പത്ത്. പിന്നെ മുതിർന്ന കുട്ടികൾക്ക് നമ്മൾ നൽകുന്നൊരു സമ്മാനമാണ് അടുത്ത കുഞ്ഞുങ്ങൾ. ഇപ്പോൾ അതായത് മറ്റുള്ള കുഞ്ഞുങ്ങൾ കൊടുക്കുന്നത് അത് അവർക്ക് ഇപ്പോൾ അറിയുമല്ലോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് ഭാവിയിലായാലും അവർക്കത് വളരെയധികം ഇന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗപ്പെടുന്നു വിചാരിക്കുന്നത്. ഇത് മറ്റുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സമ്മാനമാണ് മറ്റുള്ള സഹോദരങ്ങൾ. എനിക്ക് ഇഷ്ടപ്പെട്ടു. എത്ര പോയിന്റുകൾ എനിക്ക് കിട്ടിയോന്നറിയോ ഇത്തവണ? ഞാൻ ഭയങ്കരമായിട്ട് എൻട്രസ്റ്റഡ് ആയി. നമ്മൾ ദൈവത്തിൻ്റെ സമ്മാനമാണ് മക്കളെന്ന് മാത്രമല്ല, നമ്മുടെ കുട്ടികൾക്ക്, മുതിർന്ന കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് അവരുടെ സഹോദരങ്ങൾ. കാരണം സഹോദരങ്ങൾ ഒരുമിച്ച് വാഴുന്നിടമാണ് ഏറ്റവും മനോഹരം. എത്ര സ്നേഹത്തോടെ, കാരണം ഒരു ബന്ധുബലം അതൊക്കെ ഇപ്പോൾ വളരെ കുറവുള്ള കാലത്ത് അങ്ങോട്ട് അല്ലേ, സിബ്ലിങ്സ് എല്ലാവരും കൂടെ ഒന്നിച്ച് ചേർന്ന് ഒരു കാര്യം ചെയ്യാൻ ഉണ്ടാകുക എന്നുള്ളത് കുറച്ച് കഴിയുമ്പോഴേ അത് മനസ്സിലാകുള്ളൂ. അത് ആൻസി പറയുകയും ചെയ്തു, കുറച്ച് കഴിയുമ്പോൾ അത് മനസ്സിലാകുക തന്നെ ചെയ്യും. എന്തായാലും നിങ്ങളുടെ കുടുംബത്തെ ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഇപ്പം അമ്മ പറഞ്ഞത് വെച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാമെന്ന് ഓർത്തെങ്കിലും എനിക്ക് ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടി മരിയോട് ചോദിക്കണമെന്ന് തോന്നുവാണ്. സഹോദരങ്ങളെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയത് മോളാണെന്ന് പറഞ്ഞല്ലോ അല്ലേ? ആ ഒരു വലിയ ഇപ്പോഴേ തന്നെ തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടല്ലേ അവരുടെ ആ ഒരു പ്രസൻസ് ഒക്കെ. നിങ്ങളെ കൂടാതെ വീട്ടിൽ ആരൊക്കെ കൂടി ഉണ്ട്? പേരൻസ് ഇല്ലേ? വല്യപ്പച്ചനില്ലേ? അപ്പാപ്പൻ തൃശ്ശൂരുകാരെ വിളിക്കുന്നത്. അപ്പാപ്പനും നിങ്ങളുമായിട്ട് എങ്ങനെയാ? കാരണം അപ്പാപ്പൻ ഈ എപ്പിസോഡ് കാണൂലോ. അപ്പാപ്പന്റെ അടുത്ത് ഇവരൊക്കെ കളിക്കാൻ പോവും. അങ്ങനെ അപ്പാപ്പന്റെ കൂടെ കുറെ നേരം സംസാരിക്കും. സ്കൂളിൽ വിട്ട് വന്നിട്ട് കുറച്ചു നേരം സംസാരിക്കും, അപ്പാപ്പൻ്റെ അടുത്തിരിക്കും. പിന്നെ അപ്പാപ്പൻ ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ അത് സഹായിക്കുകയും ചെയ്യും. ഞാനും ഇവരൊക്കെ സഹായിക്കും, അപ്പാപ്പനെ സഹായിക്കും. അമ്മച്ചി മരിച്ചു പോയിട്ട് 3 വർഷമായി. 3 വർഷമായി. അപ്പൊ ശരിക്കും അമ്മച്ചിയും പാപ്പനും ഉണ്ടായിരുന്നപ്പം ഭയങ്കര ഒരു രസമായിരുന്നല്ലേ? എനിക്കൊന്ന് അമ്മച്ചി ഇളയ ആൾക്കാരെ കണ്ടിട്ടുണ്ടാവില്ല. ഒരാളെ കണ്ടിട്ടില്ല, രണ്ടാളെയും കണ്ടിട്ടില്ല. ബാക്കി 2 പേരെ കണ്ടിട്ടുള്ളൂ. എന്നെയും ജോഹുനി ആണ് കണ്ടിട്ടുള്ളത്. ഞാനീ പറഞ്ഞു എന്നിടയ്ക്ക് ഒരു കാര്യം ചോദിക്കണമെന്ന് ഓർത്ത കാര്യം കൂടി ചേർക്കുകയാണ്. കാരണം കുറേ സാമ്പത്തിക ക്രൈസിസും പ്രതിസന്ധിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പം അതിനെ എങ്ങനെ നിങ്ങൾ ഓവർകം ചെയ്തു എന്നൊന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. അത് പ്രത്യേകിച്ച് എന്ന് വെച്ചില്ലേ, ആ സമയങ്ങളിലൊക്കെ നന്നായിട്ട് ദൈവത്തിൽ നമ്മൾ കൂടുതൽ ആശ്രയിച്ചിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് ടെൻഷനും അസ്വസ്ഥതകളൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയങ്ങളിലൊന്നും. എന്നിരുന്നാലും മാനുഷികമായിട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഇങ്ങനെ ഒരു പ്രത്യേകമായിട്ട് എന്താ ഒരു ദൈവത്തിൻ്റെ ഇടപെടലായിട്ട് എനിക്ക് തോന്നി. അതായത് ഒരു പ്രത്യേക ധൈര്യം കർത്താവ് കൂടെ ഉണ്ട് അല്ലേ എന്നുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ രാവിലെ കാണുന്ന ദിവ്യബലിയൊക്കെ അതിനൊരു വലിയ ഘടകമല്ലേ അതന്നെ, നമ്മളൊന്ന് ബലപ്പെടുത്താൻ. തീർച്ചയായിട്ടും. ഞാനൊരു 25 വർഷമായിട്ട് എല്ലാ മാസം ഉണ്ടാവുന്ന നൈറ്റ് വിജലിന് പോകാറുണ്ട് തല്ലൂർ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ. 25 വർഷമായിട്ട്? എല്ലാ മാസമല്ല, 25 വർഷമായിട്ട്. ആ 25 വർഷവും കണ്ടിന്യൂസ് ആയിട്ട് പോയിരുന്നു. അതിൽ 1-2 നൈറ്റ് വിജിൽ മാത്രമാണ് ആബ്സെൻ്റ് ആയിട്ടുള്ളത്. അതായത് വിവാഹത്തിൻ്റെ തലേദിവസം നൈറ്റ് വിജിലായിരുന്നു. അപ്പോൾ പക്ഷേ എല്ലാവരും പറഞ്ഞു, ബന്ധത്തിലുള്ളവർ പറഞ്ഞു, തലേദിവസം നീ ഈ നൈറ്റ് വിജിലിന് പോയി രാത്രി പകലാകുമ്പോൾ മുഖമൊക്കെ ആകെ കരിവാളിച്ച് അപ്പോൾ അങ്ങനെയൊക്കെ. പക്ഷെ എന്നിരുന്നാലും ഞാൻ അതൊന്നും വകവയ്ക്കാതെ ഞാൻ പുലർച്ചെ 5 മണിക്കാണ് എത്തിയത് പിറ്റേ ദിവസം. എന്നിരുന്നിട്ട് അന്നാണ് പിന്നെ സമ്മതമായിരുന്നു. ആൻസി ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നോ ഇങ്ങനെ ഒരു ജീവിത പങ്കാളിയെ കിട്ടാൻ? തലേ ദിവസം വരെ നൈറ്റ് വിജിലിന് പോയിട്ട്. അതെയോ ആൻസി ഇങ്ങനെയാണോ? ഭയങ്കര പ്രയർഫുൾ ആയിട്ട് അങ്ങനെ ഉള്ള ഒരാളാണ്. നന്നായിട്ട് പ്രയർ ചെയ്യും. എന്നേക്കാളും കൂടുതൽ പ്രയർ ചെയ്യുന്നത് ആൻസിയാണ്. പുറത്തേക്ക് ഉണ്ടായില്ല. പിന്നെ എങ്ങനെ പിന്നെ നിങ്ങൾ വിശുദ്ധരാണെന്ന് ഇപ്പോഴേ നമ്മൾ അനൗൺസ് ചെയ്ത് കേട്ടോ. കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് സാധാരണ ഒരു രീതിയിലൊക്കെ. പക്ഷെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ചേട്ടങ്ങനെയൊക്കെ പോണ കാരണം പിന്നെ വീട്ടിലമ്മ ധ്യാനങ്ങൾക്കൊക്കെ പോയായിരുന്നു. അപ്പം അത്ര വലിയ താല്പര്യം നമുക്ക് ആദ്യം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഞങ്ങൾ ഓണം വെക്കേഷന് ഞങ്ങൾക്ക് പണിസ്ഥലത്ത് മുടക്കേണ്ട ഒരാഴ്ച.
അപ്പോൾ ആ സമയങ്ങളിൽ ഞങ്ങൾ വെക്കേഷൻ അങ്ങനെ ഒരു ധ്യാനത്തിന് പോകും. ഏതെങ്കിലും ധ്യാന കേന്ദ്രങ്ങളിൽ നമ്മൾ ഒരാഴ്ച എന്തെങ്കിലും ലീവ് ഉണ്ട്, അപ്പോൾ പിന്നെ അങ്ങനെ ധ്യാനത്തിന് പോകും. പക്ഷേ ആദ്യം നമ്മളങ്ങനെ പോകണമെന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് ഉൾക്കൊണ്ട് നല്ലൊരു സന്തോഷത്തോട് കൂടിയിട്ട് പോകും. പിന്നെ മക്കളായതിനു ശേഷവും ഇപ്പോൾ ധ്യാനത്തിന് ഒരാഴ്ച അപ്പം നമുക്ക് ഒഴിവ് കിട്ടുമ്പോൾ നമ്മൾ ദൈവത്തെ സന്നിധിയിലായിരിക്കുക, അങ്ങനെ പോവുക. പിന്നെ പ്രാർത്ഥനകൾക്ക് ഏകദിനങ്ങൾക്കൊക്കെ പോയിട്ടാണ് ശരിക്കും പടിപടിയായിട്ട് വളർന്നിട്ടുള്ളൂ. അല്ലാണ്ട് ഒരുപാട് വിശ്വാസത്തിലൊന്നും ആയിരുന്നില്ല. ഓരോ കാര്യങ്ങൾ നമ്മളെ ദൈവം പഠിപ്പിച്ച് സ്റ്റെപ്പായി ഞങ്ങൾ വളർത്തി. എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് കേട്ടോ. ശരിക്കും നിങ്ങൾ ഒത്തിരി പ്രായമുള്ള വലിയ മാതാപിതാക്കളൊന്നുമല്ല, നിങ്ങൾ വളരെ ചെറുപ്പക്കാരാണ്. അപ്പോൾ ഇപ്പം തന്നെ ഏത് ഓണം വെക്കേഷൻ വരുമ്പോൾ പോലും ദൈവത്തോടൊപ്പം ചേർന്ന് നിന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുക ഇന്നത്തെ യുവജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു മാതൃകയാണ്. അപ്പോൾ അത് ഈ എപ്പിസോഡിലൂടെ പറയാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. ദൈവം നിങ്ങളെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഈ അവസാന ഭാഗത്ത് നമ്മളെ കാണാനും അനുഗ്രഹിക്കാനുമായിട്ട് ഗുഡ്നസ് ടിവിയുടെ ചെയർമാൻ റെവറൻഡ് ഫാദർ അലക്സ് ചാലങ്ങാടി അച്ഛൻ എത്തിയിട്ടുണ്ട്. നമുക്ക് ഒത്തിരി സന്തോഷത്തോടെ ഈ എപ്പിസോഡിലേക്ക് അച്ഛനെ സ്വാഗതം ചെയ്യാം. അച്ഛാ, ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. സുഖമാണെന്നറിയാം. നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത് സാബുവും ആൻസിയും 4 മക്കളുമാണ്. നമുക്ക് അവരോട് എന്താണ് പറയാനുള്ളത്? സാബുവിനെയും ആൻസിയെയും പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. 4 മക്കളെ പ്രത്യേകമായി കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിശേഷങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധിയിൽ വളരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കഠിനമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മക്കളെയാണ് നമ്മൾ കണ്ടത്. വചനം വായിക്കാനും പഠിക്കാനും അത് ഉരുവിടുവാനും അത് തീക്ഷ്ണതയോടുകൂടെ നമ്മുടെ മുമ്പിൽ പങ്കുവെച്ചവർ പ്രത്യേകമായി ഇവരെ അഭിനന്ദിക്കുകയാണ്. ദൈവം ഇവരെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇവരുടെ ഏതാവശ്യങ്ങളിലും ഒത്തിരി ഉപകാരികൾ ഇവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ അവസരത്തിൽ ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാവിധ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുന്നു. ഗുഡ്നസ് ടിവിയുടെ കുഞ്ഞു സമ്മാനമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും. വളരെ മനോഹരമായ ഒരു എപ്പിസോഡാണ് കഴിഞ്ഞു പോയത്. വിശുദ്ധരായ മാതാപിതാക്കളെയും മക്കളെയും സഭയ്ക്ക് സമ്മാനിക്കാൻ ഈ കുടുംബത്തിന് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. ഗിഫ്റ്റ് ഓഫ് ഗോഡിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.